പഴയ ഒരു ക്യാരറ്റ് ഫ്രിഡ്ജിൽ നിന്ന് വീണ ക്യാരറ്റ് അനുമോൾ തിന്നതിന് ചുണ്ടിലെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ആര്യൻ ഇടപെടുകയും ആര്യനോട് പ്രസ്താവിക്കുകയാണ്, ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും പോയി കിച്ചണിൽ നിന്ന് പോയി എടുത്ത് തിന്നും, ഞാനും ജിസേലും കൂടി കിച്ചണിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ആര്യനും ജിസേലും കൂടി കിച്ചണിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ഓടി അതിൻ്റെ പുറകെ തന്നെ അനീഷ് ഓടിപ്പോയി, ഇത് നടക്കത്തില്ല, ഇത് സമ്മതിക്കത്തില്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ മറ്റുള്ളവരെയൊക്കെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. ആര്യൻ വെച്ചിരുന്ന ഉപ്പുമാവാണ് എടുത്ത് കഴിച്ചത്. ഉപ്പുമാവ് ഫ്രിഡ്ജിലിരുന്നത് ആര്യനും ജിസേലും കൂടി എടുത്ത് കഴിച്ചു. ജിസേൽ അമ്മായിക്കിപ്പം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാര്യം ജിസേൽ അമ്മായിയോട് എല്ലാവരും കൂട്ടുകൂടാനൊന്നും പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പാവാട വള്ളി ഗ്രൂപ്പിനെ അപ്പാനി പോയതോടുകൂടി പിരിച്ചുവിട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജിസേൽ അമ്മായി മറ്റുള്ളവരോട് വീണ്ടും കൂട്ടുകൂടാനുള്ള ശ്രമത്തിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സാധനങ്ങൾ എല്ലാവർക്കും എടുത്തു വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്തായാലും പക്ഷേ അത് അനീഷിന് ആദ്യം മനസ്സിലായില്ല. അനീഷ് ആര്യനോട് തട്ടിക്കയറി. അങ്ങനെ ആര്യനോടല്ല, പ്രവീണിനോട് ക്യാപ്റ്റൻ പറയണം, ആരും അങ്ങനെ കിച്ചണിൽ പോയി എടുക്കാൻ പറ്റൂല, അനിമോൾ അത് എടുത്തു. ഓക്കെ, അനിമോൾ ഫ്രിഡ്ജിൽ തുറന്നപ്പോൾ എടുത്തു, അത് അനിമോളിന് അതനുസരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ അതിന് ശിക്ഷ കൊടുക്കും, പണിഷ്മെൻറ്റ് കൊടുക്കും. പക്ഷേ ആരും അങ്ങനെ എടുക്കാൻ പറ്റൂല, സമ്മതിക്കൂല എന്നൊക്കെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര്യൻ അവിടെ നമ്മുടെ അനീഷിനെ വിളിക്കുന്നത് പോടാ കുണാപ്പ എന്നാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് അനുമ്പ് തന്നെ ഭയങ്കരമായിട്ട് അനീഷോട് ചൂടായി. അത് കഴിഞ്ഞപ്പോഴാണ് കിണാപ്പ എന്ന് വിളിക്കുന്നത്. കൊണാപ്പാന്ന് വിളിച്ചതും അനീഷ് എടുത്ത ബാക്കി പറഞ്ഞു, അതൊക്കെ നിൻ്റെ വീട്ടുകാരെ പോയി വിളിക്കടാന്ന്. നീ പോടാ കൊണാപ്പ. വീണ്ടും വിളിച്ചു. പറഞ്ഞു, അതൊക്കെ നിൻ്റെ വീട്ടുകാരെ പോയി വിളിക്കടാന്ന് പറഞ്ഞു. അപ്പോഴുടനെ ആര്യൻ വീണ്ടും അനീഷിനോട് പറഞ്ഞത്, നിൻ്റെ പിതാവിനെ സ്മരിക്കടാ, നീ പോയി നിൻ്റെ പിതാവിനെ സ്മരിക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വലിയ ഒരു ഇഷ്യൂ അവിടെ ഭയങ്കരമായിട്ട് ആര്യനോട് എന്തൊക്കെയോ കിടന്നങ്ങ് പറയുകയാണ്, നീ പോടാ, നിൻ്റെ പിതാവിനെ സ്മരിക്കടാ. പിതാവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ തന്തയെ ഓർക്കാനാണ്. നീ പോയി തന്തയ്ക്ക് വിളിക്കുവാണത്, വീട്ടുകാരെ വിളിക്കപ്പോ എൻ്റെ വീട്ടുകാരെ വിളിച്ചതാ. അപ്പോൾ നീ എന്തിനാടാ എന്നെ ഈ കൊണാപ്പനെ വിളിച്ചത്? നീ ഇത് മാത്രമല്ല, അപ്പോൾ ഒരുപാട് വിളിക്കുന്നുണ്ട്, പോടാ മണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളൻ, പെരുങ്കള്ളൻ, മണ്ടൻ, വായി നോക്കി എന്തൊക്കെയോ വിളിക്കുന്നത്, എന്താ പട്ടി, എന്തൊക്കെയോ അങ്ങനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ കുണാപ്പൻ പറഞ്ഞത്. അതിന് ശേഷമാണ് അപ്പോൾ നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒച്ചപ്പാടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യനുമായിട്ട് ഇന്നലെ രാത്രിയിലും അനീഷുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആര്യൻ പാത്രം കഴുകാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പാത്രം മര്യാദയ്ക്ക് കഴുകുക, നീ പാത്രം കഴുകടാ എന്നും പറഞ്ഞ് മര്യാദയ്ക്ക് പാത്രം കഴുകടാ എന്നും പറഞ്ഞിട്ട് ഇന്നലെ തന്നെ അനീഷ് ആര്യനെ കൊണ്ട് ആ പാത്രം കഴിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ ലാസ്റ്റ് അനീഷിൻ്റെ സൗണ്ടിൽ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അനീഷ് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെവി പൊട്ടി നമ്മളത് ചെയ്തു പോകും. കാരണം തിരിച്ചു പറഞ്ഞാൽ എത്രത്തോളം തിരിച്ചു പറഞ്ഞാലും അനീഷിൻ്റെ അടുത്ത് നടക്കത്തില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ട് ആ പാത്രം കഴിവിച്ചിട്ട് തന്നെയുള്ള കാര്യം. അപ്പോൾ നന്നായിട്ട് പാത്രം കഴിയിക്കുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ അതായിരുന്നു സംഭവിച്ചത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ അതിന് ഇടയ്ക്ക് വെച്ചൊക്കെ ഉടക്കൊക്കെ ഉണ്ടായി. അതൊക്കെ അങ്ങ് ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അനീഷാണെങ്കിൽ എപ്പോഴും അനീഷും ആര്യനും തമ്മിൽ ഇപ്പം സ്റ്റണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ചെറിയ സ്റ്റണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ അനിമോളുമായിട്ടുള്ള അക്ബറുമായിട്ടുള്ള ഈ പ്രശ്നം കഴിഞ്ഞ ഉടനെയാണ് ഈ അനീഷും ആര്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരസ്പരം ഭയങ്കരമായിട്ടും ആര്യൻ അനീഷിനെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അതിനെല്ലാം അനീഷ് ഇപ്പോൾ തിരിച്ചു പറയുന്നുണ്ട്, വീട്ടുകാരൻ നീ പോയി വിളിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് ആര്യൻ്റെ ഒരു ശരീരശാസ്ത്രം അനുസരിച്ച് ഭയങ്കര ട്രിഗർ ചെയ്യില്ല. അവന്മാരെ ആംഗ്യം കാണിച്ചില്ല, പെണ്ണോ അല്ല, സ്ത്രീകളുടെ ഒരു ഭാവചലനത്തോടു കൂടി ഇല്ലമാരെ കളിയാക്കൂല, ഭയങ്കരമായി പരിഹാസത്തോടു കൂടിയാണ് കയ്യും കാലും ഒക്കെ ഇങ്ങനെ എടുത്ത് ഒരുമാതിരിയില്ല ആംഗ്യം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മുഖത്തൊരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നും. അപ്പോൾ അത്ര ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ട്രിഗർ പോയിന്റിൽ എല്ലാവരെയും നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. എന്നിട്ട് അവൻ ഒരുമാതിരിയില്ല പരിഹസിക്കുന്ന കളിയാക്കി അങ്ങ് ചിരിക്കും. ലാലേട്ടനെ അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അനീഷിനോട് ശരിക്കും കൊടുക്കുന്നു. ഈ ലാലേട്ടനെ പോലും റെസ്പെക്റ്റ് ചെയ്യാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് തിരിച്ച് നല്ല ശരിക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കടാ, നീ ഇനിയെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കടാ എന്നും അനീഷ് ആര്യനോട് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്.